ഹായ് ഹലോ ഫ്രണ്ട്സ്, കൽഹാനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് ലണ്ടനിലെ ഒരു മനോഹരമായ പാർക്കാണ്. ഇപ്പോ ഇവിടെ ഓട്ടം സീസൺ അഥവാ ഓട്ടം സീസൺ അതിന്റെ പൂർണ്ണ സൗന്ദര്യത്തിൽ എത്തിയിരിക്കുകയാണ്. സൂര്യന്റെ ചൂട് കുറയുന്നു, ദിവസത്തിൽ പകൽ സമയം കുറഞ്ഞു വരുന്നു, വായുവിൽ അല്പം തണുപ്പ് കൂടി വരുന്ന ഈ കാലമാണ് ബ്രിട്ടനിലെ ശിശിരകാലം. ഇത് വർഷത്തിലെ ഏറ്റവും മനോഹരമായ സമയങ്ങളിലൊന്നാണ്. ഓട്ടം ആരംഭിക്കുമ്പോൾ പ്രകൃതിയിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കുന്നു. വേനൽക്കാലത്ത് പച്ചപ്പ് നിറഞ്ഞിരുന്ന മരങ്ങൾ ഇപ്പോൾ ചുവപ്പ്, മഞ്ഞ, ഓറഞ്ച് നിറങ്ങളിലേക്കാണ് മാറുന്നത്. ഈ വർണ്ണപ്പകിട്ടാണ് ഓട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്തുകൊണ്ടാണ് ഓട്ടമാവുമ്പോൾ ഇലകൾ ഇങ്ങനെ നിറം മാറുകയും ശൈത്യകാലത്തിന് മുമ്പ് അവ കൊഴിഞ്ഞു പോവുകയും ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? മിക്കവർക്കും അറിയാമായിരിക്കും. അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ ഞാനൊന്ന് വിശദമായിട്ട് പറഞ്ഞു തരാം. അതായത് വർഷത്തിൽ ശരത്കാലം ആരംഭിക്കുമ്പോൾ ദിവസം ചെറുതാവുകയും പകൽ വെളിച്ചത്തിന്റെ ദൈർഘ്യം കുറയുകയും ചെയ്യുന്നു. മരങ്ങൾ ഇതിനെ ഒരു സൂചനയായി കാണുന്നു. ശീതകാലം അടുത്തുവെന്ന് അവർ തിരിച്ചറിയുന്നു. ഈ സമയത്ത് ക്ലോറോഫിന്റെ അളവ് കുറയുന്നു. ഇലകളിൽ പച്ച നിറത്തിന് കാരണമായ ക്ലോറോഫിൽ എന്ന രാസപദാർത്ഥം സൂര്യപ്രകാശം കുറയുമ്പോൾ നശിക്കാൻ തുടങ്ങുന്നു. ക്ലോറോഫിൽ അപ്രത്യക്ഷമായപ്പോൾ ഇലകളിൽ ഒളിഞ്ഞിരുന്ന മഞ്ഞ, ചുവപ്പ്, ഓറഞ്ച് എന്നീ നിറങ്ങൾ പുറത്തേക്ക് തെളിയുന്നു. അതുകൊണ്ടാണ് മരങ്ങൾ ശരത്കാലത്തിൽ ഇങ്ങനെ വർണ്ണാഭമായിരിക്കുന്നത്. അതുപോലെ തന്നെ ശീതകാലത്ത് തണുപ്പ് കാരണം വെള്ളം മണ്ണിൽ നിന്നും എളുപ്പത്തിൽ ലഭിക്കില്ല. അതുകൊണ്ട് മരങ്ങൾ ഇലകളിലൂടെ ജലനഷ്ടം കുറയ്ക്കാനും ഊർജം സംരക്ഷിക്കാനുമാണ് ശ്രമിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് മരങ്ങൾ ഇലകൾ കൊഴിക്കുന്നത്. അതായത് ജീവൻ നിലനിർത്താനുള്ള തന്ത്രം. ഇലകൾ വീഴുന്നത് മരത്തിന്റെ മരവിച്ച അവസ്ഥയായ ഡോർമെൻസിയുടെ ഭാഗമാണ്. ഇത് ശീതകാലത്തും മരങ്ങൾക്ക് തണുപ്പിൽ ജീവനോടെ തുടരാൻ സഹായിക്കുന്നു. പുതിയ വസന്തകാലം സ്പ്രിംഗ് വരുമ്പോൾ മരങ്ങൾ വീണ്ടും പുതു ഇലകൾ തളിർക്കും. ജീവൻ വീണ്ടും പുത്തനാകും. കാറ്റിൽ പായുന്ന ഇലകൾ, നടപ്പാതകളിൽ ചിതറുന്ന നിറങ്ങൾ. ഈ പാർക്ക് ഒരു സ്വപ്നതുല്യ ചിത്രപടം പോലെ നിങ്ങൾക്ക് തോന്നിക്കുന്നില്ലേ? അതുപോലെ ഇംഗ്ലണ്ടിൽ ശരത്കാലം എത്തുമ്പോൾ മറ്റൊരു പ്രധാന മാറ്റവും സംഭവിക്കുന്നു. സമയമാറ്റം, ഓട്ടം ടൈം ചേഞ്ച്. ഒക്ടോബറിലെ അവസാന ഞായറാഴ്ച സമയം 1 മണിക്കൂർ പിന്നോട്ട് മാറുന്നു. ഉദാഹരണത്തിന് വെളുപ്പിന് 2 മണിയാണെങ്കിൽ അത് 1 മണിയായി മാറും. ഇത് ഡേ ലൈറ്റ് സേവിംഗ് ടൈം അവസാനിക്കുന്ന സമയമാണ്. അതിനുശേഷം ബ്രിട്ടീഷ് സമ്മർ ടൈം അവസാനിച്ച് ഗ്രീനിച്ച് മീൻ ടൈം പ്രാബല്യത്തിൽ വരുന്നു. ഇത് മുഖ്യമായി പകൽ വെളിച്ചം ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനും ഊർജം ലാഭിക്കുന്നതിനുമാണ്. രാവിലെ കൂടുതൽ വെളിച്ചം ലഭിക്കുന്നതിനാൽ ദിനങ്ങൾ കൂടുതൽ പ്രകാശമുള്ളതായിരിക്കും. പക്ഷെ വൈകുന്നേരം നേരത്തെ ഇരുട്ട് മൂടും. എന്നാൽ വസന്തകാലത്തില് എല്ലാം നേരെ തിരിച്ചാണ്. വസന്തകാലം വന്നെത്തിക്കഴിഞ്ഞാൽ ലണ്ടൻ വീണ്ടും ഉണരുന്ന പോലെയാണ്. മരങ്ങൾക്ക് പുതിയ കൊമ്പുകൾ, പച്ചപ്പിന്റെ മൃദുലം, പുഷ്പങ്ങളുടെ മണമുള്ള കാറ്റ്. അതുപോലെ മാർച്ചിലെ അവസാന ഞായറാഴ്ച സമയം വീണ്ടും 1 മണിക്കൂർ മുന്നോട്ട് മാറുന്നു. ഇതോടെ ഗ്രീനിച്ച് മീൻ ടൈം അവസാനിച്ച് ബ്രിട്ടീഷ് സമ്മർ ടൈം പ്രാബല്യത്തിൽ വരുന്നു. ഇത് വൈകുന്നേരങ്ങളിൽ കൂടുതൽ വെളിച്ചം ലഭിക്കാൻ സഹായിക്കുന്നു. മനുഷ്യരും പ്രകൃതിയും ഒരുപോലെ ഉണരുന്ന ആനന്ദകാലം. അതിനാലാണ് ഇംഗ്ലീഷിൽ പറയുന്നത് സ്പ്രിംഗ് ഫോർവേഡ്, ഫോൾ ബാക്ക്. വസന്തത്തിൽ മുന്നോട്ട്, ശരത്കാലത്തിൽ പിന്നോട്ട്. ഈ കാലത്ത് മൃഗങ്ങളും പക്ഷികളും അവരുടെ ജീവിതക്രമം മാറ്റുന്നു. ഉദാഹരണത്തിന് സ്ക്യൂറൽസ് ഇപ്പോൾ ശീതകാലത്തിലേക്കുള്ള ഭക്ഷണം ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു. ചില പക്ഷികൾ, പ്രത്യേകിച്ച് ദേശാടന പക്ഷികൾ, ചൂടുള്ള രാജ്യങ്ങളിലേക്ക് യാത്ര തിരിക്കുന്നു. പ്രകൃതിയിലുള്ള ഓരോ ജീവിയും ഈ സീസണിനായി തങ്ങളെ ഒരുക്കുകയാണ്. ബ്രിട്ടീഷ് ഓട്ടം അതിന്റെ മനോഹരമായ നിറങ്ങളിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു സന്ദേശമുണ്ട്. ഇത് വെറും ഇലകൾ കൊഴിയുന്ന കാലമല്ല, ജീവിതത്തിന്റെ മാറ്റങ്ങളെ സ്വീകരിക്കുന്നതിന്റെ പാഠം നൽകുന്ന കാലമാണ്. മരങ്ങൾ പഴയ ഇലകൾ കൊഴിയുകയും തണുപ്പിനായി തയ്യാറെടുക്കുകയും ചെയ്യുമ്പോൾ നമ്മെ അവ ഓർമ്മിപ്പിക്കുന്നത് ഓരോന്നിനും തൻ്റെ സമയമുണ്ട്. പുതുജീവനിലേക്ക് കടക്കാൻ പഴയത് വിടേണ്ടതുണ്ട്. പച്ചയിൽ നിന്നും മഞ്ഞയിലേക്ക്, ചുവപ്പിലേക്ക്, ഒടുവിൽ തണുത്ത മണ്ണിലേക്ക് വീഴുന്ന ഇലകൾ നമ്മോട് പറയുന്നത് മാറ്റം സ്വാഭാവികമാണ്, വിടുന്നത് നഷ്ടമല്ല. അതാണ് പുതുതായി ആരംഭിക്കുന്നതിൻ്റെ വഴിയൊരുക്കം.
ഇംഗ്ലണ്ടിലെ ശരത്കാലം നമ്മെ ശാന്തതയിലേക്ക്, ആലോചനയിലേക്ക്, നവീകരണത്തിലേക്ക് നയിക്കുന്നു. തണുത്ത കാറ്റിൽ മഞ്ഞ നിറമുള്ള വൃക്ഷങ്ങൾക്കിടയിൽ ജീവിതത്തിന്റെ നിശബ്ദതയും സൗന്ദര്യവും ഒരുമിച്ച് അനുഭവിക്കാം. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകണ്ട. താങ്ക്